ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ ട്വൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക. ഇത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവിനെ പറ്റി കുറെ തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീപ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെൽഫ് ലവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോ വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ ആയിട്ട് മാറുന്നു. ഹൈ വൈബ്രേഷൻ ഉള്ള ആൾക്കാർ യൂണിവേഴ്സ് നമ്മളെ മീറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്പനി ആവാനും നമ്മളുടെ എനർജി കൂടുതലും ഹൈ ആയി നിൽക്കുകയും ചെയ്യുന്നു. അപ്പം ഇതൊക്കെ വരണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് സ്വയമേ സ്നേഹിച്ചു തന്നെയാണ്. നമ്മൾ സ്വയമേ സ്നേഹിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? നമ്മൾ എന്നും മിററിൽ നോക്കാറുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നുണ്ടോ? മിററിൽ നോക്കി എത്ര നേരം നിങ്ങൾ നിങ്ങളെ നോക്കി നിൽക്കാറുണ്ട്? നിങ്ങൾ നിങ്ങളെ എത്ര നേരം സ്നേഹിക്കാറുണ്ട്? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങാതെ ആരും നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ നമ്മളെ ഫസ്റ്റ് സ്നേഹിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ബാക്കിയുള്ളവരെ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് സെൽഫ് ലവ് തന്നെ. സെൽഫ് ലവ് എങ്ങനെ ചെയ്യാം? നമ്മൾ വേറെ ആളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നമ്മളെയും നമ്മുടെ ബോഡിയെ നമ്മൾ എന്താ പറയുക അതേപോലെ സ്നേഹിക്കണം. അതേപോലെ സ്നേഹിക്കുന്ന സമയത്ത് യൂണിവേഴ്സിലേക്ക് ഈ ഒരു എനർജി പ്രസരിക്കുകയും അതുവഴി അങ്ങനെ നിങ്ങളെ ബാക്കിയുള്ളവർ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എനർജി ബാക്കിയുള്ളവർക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാൻ ചെയ്യും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതായത് നിങ്ങൾ എന്തായാലും സ്നേഹം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സ്നേഹിക്കപ്പെടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെയും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാം. നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരും നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. ഇനി നമുക്കൊരു സോൾമേറ്റിനെ വേണം. നമ്മൾ അവരോട് പോയി പ്രണയം ഇഷ്ടം ഒക്കെ പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾക്ക് ആ സോൾമേറ്റിനെ വേണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് വേണം എന്ന രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കുക. അതായത് ഇപ്പം വെഡിങ്ങിനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക പാർട്ട്ണറോട് വന്നാൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ചെയ്തു തുടങ്ങുക. അങ്ങനെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് യൂണിവേഴ്സ് റിയൽ ആയിട്ടുള്ള പാർട്ട്ണറെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട് എത്തിക്കും. നമ്മൾ പ്രവർത്തി മാത്രം ചെയ്താൽ പോലെ നമ്മളുടെ സാഹചര്യവും അതിന് എതിരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടത്തില്ല. പക്ഷെ നമ്മളുടെ സാഹചര്യവും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുക തന്നെ ചെയ്യും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും കിട്ടിയിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് ആരുമില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള തോട്ട്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വേണോ എന്നതാണ്. നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കാരും വാല്യൂ തരൂല. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളെ ആരും സ്നേഹിക്കൂല. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ ഇപ്പൊ വീട്ടിൽ നിന്നാന്നേലും വെളിയിൽ നിന്നാന്നേലും ആ സ്നേഹവും പ്രോത്സാഹനവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ ബാക്കിയുള്ളവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. മനസ്സിലായോ എന്തുകൊണ്ടാണ് സെൽഫ് ലവ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു റൂട്ട്? നിങ്ങൾക്ക് എന്ത് വേണോ ആ ഒരു കാര്യം നിങ്ങൾ നിരന്തരം ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നതിന്റെ കൂടെ തന്നെയും നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവണം. ഇപ്പം ഒരു ഇന്റർവ്യൂ കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളാണ്. ആ ഇന്റർവ്യൂ എന്താ പറയുക വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനോട് എന്താ പറയുക റിയാക്ട് ചെയ്യും, ആ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യണം. ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ മനസ്സിൽ ഇതെല്ലാം നമ്മുടെ കൈ കിട്ടി എന്നുള്ള ഒരു ഹാപ്പിനെസ് വരണം. അങ്ങനെ ഇതെല്ലാം കിട്ടുന്നത് ഹാപ്പിനെസ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കയ്യിലില്ലാത്തൊരു സാധനമാണെങ്കിൽ കയ്യിലുണ്ട് എന്ന് കരുതി മുന്നോട്ട് പോകുക. പണം വേണോ? പണം എന്നത് ഒരു എനർജിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നാളെ തന്നെ 1,00,000 rupees കൈ കിട്ടും എന്നല്ല പറയുന്നത്. പക്ഷേ പണം എന്നതൊരു എന്താ പറയാ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു എനർജിയാ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ ദാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. 100% ഷുവർ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കോടീശ്വരനാണ്, എനിക്ക് ഇനിയും കൊടുക്കാൻ സാധിക്കും എന്നുള്ള എനർജിയാണ് അവിടെ പ്രസരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം കിട്ടും.
മനസ്സിലായോ? നിങ്ങൾക്ക് എന്താണോ ലഗായിട്ട് തോന്നുന്നത് അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ അത് നിങ്ങൾക്കും കിട്ടും. അതിനു മുമ്പേ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. സെൽഫ് ലവ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നിങ്ങളെ ആൾക്കാർ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സോളിനെ കാണുക, നിങ്ങളുടെ ബോഡീനെ എന്താ പറയുക സ്നേഹിക്കുക ഒക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഈ ഒരു എനർജി ബാക്കിയുള്ളവർക്ക് ഇപ്പം ബാക്കിയുള്ളവരിൽ നിന്ന് റിഫ്ലക്റ്റ് ആവും. അങ്ങനെ നിങ്ങളെ ആൾക്കാരെ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ സോൾമേറ്റിനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ വീഡിയോ. ബൈ.